വെളുപ്പാങ്കാലത്തും പാതിരാത്രിയിലും ഒക്കെ അവര് വന്നെന്നിരിക്കും. നീ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്ക് പരമാ. മിസ്റ്റർ അനന്തപത്മനാഭൻ, പ്ലീസ് ഇരിക്കൂ സാർ. വേണ്ട, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടാ മതി. ഓഹോ, ഇത് ഓഫീസർ ഇത്ര ഡീസന്റ് ആയിട്ട് സംസാരിക്കില്ല. വരണം സാർ, ഇരിക്കൂ. പ്ലീസ് ടേക്ക് യുവർ മൈ സീറ്റ്. താങ്ക് യു. ഓഫീസിൽ ആര് വന്നാലും ഇരുത്തി ട്രീറ്റ് ചെയ്യണമെന്നാണ് അനന്തൻ സാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? അൺസൈക്കബിൾ സാർ. ബിസിനസ്സിൽ കേറാൻ മൊത്തം കീഴ്പ്പെടുത്തിരിക്കുകയാണ് അനന്തൻ സാർ. സാർ, ഒരു ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസ് എടുക്കട്ടെ സാർ? ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത്. നോ താങ്ക്സ്. ഓക്കെ, ഞാൻ രക്ഷപ്പെട്ടു. അല്ല, പുള്ളി ഒരുപാട് പേർക്ക് കാശ് കൊടുക്കാണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. എവിടെ? ഇതൊക്കെ ഇൻകം ടാക്സ് ഓഫീസർമാരിന്ന് രക്ഷപ്പെടാനുള്ള നമ്പർ അല്ലേ അനന്തൻ സാറിന്റെ? ആട്ടെ, നിങ്ങൾക്ക് ശമ്പളം കറക്റ്റ് ആയിട്ട് തരാറുണ്ടോ? ആ സ്വപ്നം ഞാൻ എന്നെ അറുത്ത് കളഞ്ഞു സാർ. അതെന്താ? ഇപ്പൊ ഞാൻ ചായ കുടിക്കാൻ പുറത്തു പോയാൽ അവൻ 10,000 രൂപ വരും പരിപ്പട വാങ്ങിച്ചു നളം പറഞ്ഞ്. അങ്ങനെ ഒരു സ്പെഷ്യൽ മെന്റാലിറ്റിയാ. ആ സാർ, ബാങ്ക് ബാലൻസ് മാത്രല്ല കേട്ടോ, അവനിപ്പോ കിടക്കാൻ പോലും സ്ഥലമില്ല. അവന്റെ വീട്ടിൽ ഈ കിടക്കയിൽ മൊത്തം പൈസ വിരിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ തന്നെ 500 നോട്ടാണ് സാർ അവൻ തലവണിക്ക് വരെ ഉപയോഗിക്കുന്നത്. ഒരു രസം കേൾക്കണം സാർ, ഒരു ദിവസം രാത്രി തിരിച്ചു വരുമ്പോ അവനെ കുറച്ച് കശ്മലന്മാർ കഴുത്ത് ഞെരിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ആ, ഇപ്പൊ അവൻ ഇതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ജൂഡോ, കരാട്ടെ, കുംഫൊക്കെ പഠിച്ചോണ്ടിരിക്കാൻ കേട്ടോ. എങ്ങനെയുണ്ട്? ഈശ്വര, കൊളായിന്നാ തോന്നണേ. എന്തായാലും നമ്മുടെ ശരീരം വെടക്കാക്കണ്ട, അവര് തല്ലിട്ട് ചാവട്ടെ. എന്റെ കാശിറോ നീ വിടത്തില്ല. ആര് പറഞ്ഞിട്ടാ നിങ്ങളോട് കേറിയതാ? അവൻ ഇങ്ങോട്ട് ഇറക്കി വിടാളെ. യവനെ, തള്ളെ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. മര്യാദയ്ക്ക് പുറത്തു പോകുന്നുണ്ടോ? അവനെ കൊണ്ട് ഞാൻ ഇന്ന് പോകത്തുള്ളൂ. ഇറങ്ങി വാ. നീ എവിടെ ഒളിച്ചിരുന്നാലും ഞാൻ നിന്നെ പൊക്കോളാ. താൻ പുറത്തു പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ ആളെ വിളിച്ചു കൂട്ടും. ആളെ വിളിച്ചു കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. ലേഡീസ് ഹോസ്റ്റലാണ് ആണിനെ കയറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇറങ്ങി വാടാ. എടാ, ഞാൻ അങ്ങോട്ട് വന്ന് നിന്നെ ഇങ്ങോട്ട് പിടിച്ചിറക്കാൻ മേലാഞ്ഞിട്ടല്ലടാ. തള്ളെ, ഇംഗ്ലീഷ് പറഞ്ഞ് എന്നെ പേടിപ്പിക്കരുത്. ഇതുപോലെ കുറച്ച് കണ്ടിട്ടുള്ളതാ. ഇനി ബഹളം ഉണ്ടാക്കാൻ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. പോലീസ് അല്ല, ഇനി പട്ടാളം വന്നാലും എനിക്കുമില്ല. എനിക്കല്ലേ ആശാ വരുത്. ഇറങ്ങി വാടാ. എടാ, ഇറങ്ങി വരാനാ പറഞ്ഞേ. നിന്നെ എടുത്തോളാ. എടുത്തോളാം. അവന്റെ ഒരു അഭ്യാസേ. ഈ തള്ളയ്ക്ക് രാവും പകലൊന്നുമില്ല, ഒടുക്കത്ത് വച്ചിയാ. ഇനി എപ്പോഴാ പീസ്ഫുൾ ആയിട്ടൊന്ന് ഉറങ്ങാൻ പറ്റാ? അവിടത്തെ ബഹളമൊക്കെ സഹിക്കാം, ഇവിടത്തെ വാർഡൻ ഔവേ ഷൺമുഖിയെ സഹിക്കാൻ പറ്റാത്തത്. അതെ അതെ. കിടന്നുറങ്ങിയില്ലേ ഇതുവരെ? മണി 10 ആയല്ലോ. ആ, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങിക്കേ. ശരി. ആ, പോയി കിടക്ക. കിടക്കുവാ. കിടന്നോളാൻ. കിടന്നു. തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ കടക്കാരെ പേടിച്ചിട്ടാ. ഞാൻ ഈ ശ്രീദേവി മെറ്റൽസിന്റെ MD-യാ. ഇയാള് ഡ്രസ് ചേഞ്ച് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ പോലീസിൽ പിടിച്ചെടുക്കും. എന്താ അവിടെ ഒരു ബഹളം? ചോദിച്ചത് കേട്ടില്ലേ? ഒന്നുമില്ല മാഡം. എഴുന്നേക്കണോ? എഴുന്നേറ്റ് പോകാൻ. ഞാൻ ഈ നൈറ്റ് നാളെ തരാം കേട്ടോ. ഇനി നിന്റെ കാശൊന്നും നിങ്ങൾക്ക് വേണ്ട. മേലാരും പറ്റിക്കാത്ത അവസ്ഥയിലാക്കണമെന്നേ ഉള്ളൂ. മാഡം അറിയോ? അറിയാം. കാശ് കടം വാങ്ങിച്ചിട്ട് മുങ്ങി നടക്കുകയാണ് കള്ള റാസ്കൽ. ഇയാൾ എത്ര കാശാ തരാനുള്ളതെന്ന് വെച്ചാ ഞാൻ തരാം. അല്ല പെങ്ങളെ, ഇവൻ നിങ്ങൾക്ക് കാശ് കിട്ടിയാ പോരെ? ദാ, ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ അഡ്രസ്
നാളെ വന്ന് കാശ് വാങ്ങിച്ചോളൂ. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. കൈവച്ച ബിസിനസ് എല്ലാം നഷ്ടത്തിലായി. കടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവും കാണാത്തോണ്ട ഇങ്ങനെ ഓരോ പച്ചക്കള്ളങ്ങള്. എന്തർത്ഥത്തിലാ ഇവരുടെ കടം ഏറ്റെടുത്തത്? ചില്ലറ കാശൊന്നുമല്ല. ഇതുകൊണ്ടൊന്നും എന്റെ കടം തീരാനും പോകുന്നില്ല. വേണമെങ്കിൽ ഒരു പുതിയ കടക്കാരി കൂടിയായെന്ന് വിചാരിക്കാം. ബദരയും മൂകയുമായ ഭാവി വധുവായിട്ട് എന്നെ അവതരിപ്പിച്ചില്ലേ? ആ കഥാപാത്രം തരുന്ന സ്ത്രീധനമായിട്ട് ഇതിനെ കണ്ടാ മതി. എത്രയാ? തന്നേര് സാറേ. പിടിച്ച പിടിച്ച. എവിടെ കൂട്ടുകാരൻ? അനന്തു എവിടെയെന്ന്? അനന്തവും കമ്പനി പൂട്ടിയോ? കൊറേ നാളായല്ലോ ആളെന്നൊക്കെ കണ്ടിട്ട്. കമ്പനി പൂട്ടിയിട്ടൊന്നുമില്ല. പിന്നെ പിന്നെ കുട്ടിയോട് എങ്ങനെ കള്ളം പറയാ? എന്താണ് ഇതിന്റെ അർത്ഥം? ചോദിച്ചത് കേട്ടില്ലേ? ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. എല്ലാവരും അറിയട്ടെ. നാളെ അനന്തുവിന്റെ വിവാഹമാണെന്നുള്ളത് സത്യമാണോ? അത് സത്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതെ. ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ? എങ്കിൽ പിന്നെ എന്തിനായിരുന്നു എന്റെ അടുത്ത് ഈ നാടകമൊക്കെ? എന്ത് നാടകം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കുറച്ച് കാശ് ഞാൻ നിങ്ങളോട് കടം വാങ്ങിയിട്ടുണ്ട്, സമ്മതിച്ചു. അത് എത്രയും പെട്ടെന്ന് തിരികെ തരാം. അതിന് ഇങ്ങനെ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇത് എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ വന്ന് മതി. ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. കാശിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. പക്ഷേ നിങ്ങൾ എന്നോട് ഈ കാണിച്ചതിന് ദൈവം ചോദിച്ചോളും. നിങ്ങളെ പോലുള്ള ഒരു ദുഷ്ടനെ വിവാഹം കഴിക്കേണ്ടി വരുന്ന ഇവിടുത്തെ കുട്ടിയോട് എനിക്ക് സഹതാപമാണ്. നാളെ കൂടുതൽ കാശ് കിട്ടുമ്പോ അതിനെ പോലെ തള്ളിപ്പറയില്ലെന്ന് ആര് കണ്ടു? ജീവിതകാലം മുഴുവനും എന്റെ ശാപം നിങ്ങൾ വിടാതെ പിന്തുടരും. ജീവിതകാലം മുഴുവനും എന്റെ ശാപം നിങ്ങൾ വിടാതെ പിന്തുടരും. നീ എന്ത് വിട്ടിത്തമാണ് മോളെ പറയുന്നത്? നമ്മുടെ തറവാടിന്റെ എല്ലാ ഐശ്വര്യമാണ് കേശവൻകുട്ടി. അവനെ വിൽക്കുകയോ? ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെ ആളപായം ഉണ്ടാക്കുന്ന പ്രകൃതമാണെങ്കിൽ വെച്ചോണ്ടിരിക്കാതിരിക്കാ നല്ലത്. ഇനിയും എന്തൊക്കെ അനർത്ഥങ്ങൾ അവൻ വരുത്തി വെക്കാന്ന് ആർക്കറിയാം? ആനയും ബാബാമാരൊക്കെ ആവുമ്പോ ഇത് സാധാരണ പതിവാ. ഓ, എത്ര ബാബാമാരെ ആന ചവിട്ടി കൊന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും ആനയെ കാട്ടിലോട്ട് തിരിച്ചുവിടുകയാണോ? പാപ്പാമാരെ ചവിട്ടി കൊല്ലുക എന്ന് പറയുന്നത് ആനയുടെ ഒരു അവകാശ. താനൊന്നും ഉണ്ടായിരിക്കും. മോളെ, നിന്റെ അച്ഛൻ മേമ്പുള്ളി മനയിൽ ചെന്നപ്പോഴാ തലയുയർത്തി നിൽക്കുന്ന കേശവൻകുട്ടിയെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പ മോഹിച്ചതാ. പിന്നെ മുന്നോട്ടും പിന്നോട്ടും നോക്കിയില്ല. പറഞ്ഞ വില കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ അമ്മാവന്മാർക്ക് വേണ്ടി മോളുടെ തീരുമാനം മാറ്റണം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞത് തന്നെയാ. ആന പോയാൽ ഈ തറവാട്ടിന്റെ ഐശ്വര്യം പോകുമെങ്കിൽ പോയിക്കോട്ടെ. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതല്ല എനിക്കൊന്നും. മുല്ലയ്ക്കൽ തറവാട്ടിൽ ഇനി കേശവൻകുട്ടി ഉണ്ടാകാൻ പാടില്ല. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്.